ഗായ്സ്, ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കട്ടെ. ഇന്നലത്തെ മത്സരം നമ്മൾ കവർ ചെയ്തില്ല. കാരണം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി വീട് വരെ പോയേക്കുമായിരുന്നു. കംപ്ലീറ്റ്ലി 2 ദിവസത്തേക്ക് ഞാനൊന്ന് കുറച്ച് പേഴ്സണൽ കമ്മിറ്റ്മെന്റുകളൊക്കെ ആയിട്ട് സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തായാലും ഒരു കിടിലം മത്സരം തന്നെ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും അടിപൊളി 90 മിനിറ്റ് ഞാൻ കണ്ടത് അവസാനം എപ്പോഴാണെന്ന് തന്നെ ഓർക്കുന്നില്ല. അത്രയും എന്റർടൈനിങ് സൂപ്പർ ഫുട്ബോൾ. എന്തായാലും എല്ലാവരും അത് എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ 2 ചാമ്പ്യൻസ് ലീഗിന്റെ 2 സെമി ഫൈനൽ സെക്കൻഡ് ലെഗും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ബയണിനെയും PSG-നെ കുറിച്ച് നമുക്ക് ആ വീഡിയോകളിൽ ഒരുപാട് സംസാരിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമി ഫൈനലിന്റെ ഫസ്റ്റ് ലെഗ് ആണ്, ആർസണൽ അത്ലറ്റിക്കോ മാഡ്രിഡ്. എന്തായാലും ഈ ഒരു ഡ്രോയോടുകൂടി നമുക്ക് ഉറപ്പിച്ചു പറയാം, 2 സെമി ഫൈനലും ഇവിടെ അവസാനിച്ചിട്ടില്ല. 4 ടീമുകൾക്കും ഇപ്പോഴും ഫൈനലിലേക്ക് പോകാനുള്ള ഒരു വലിയ ചാൻസ് ഉണ്ട്. അടുത്ത ആഴ്ച നമ്മൾ റിയലൈസ് ചെയ്യും ആരായിരിക്കും ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ കളിക്കുന്നതെന്ന്. എന്തായാലും ഒട്ടും വൈകാതെ ഈ മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 5 കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് ഈ ഒരു മത്സരത്തിന്റെ എന്റർടൈൻമെന്റ് വാല്യൂവിനെ കുറിച്ചാണ്. ഇന്നലെ ഓബ്വിയസ്ലി അങ്ങനെ ഒരു മത്സരം കണ്ടതിന് ശേഷം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ആർസണലും അത്ലറ്റിക്കോയും ഈ ഒരു മത്സരം ഒരു പീക്ക് ഹറാംബോളായിരിക്കും 2 ടീമുകളും കളിക്കുക, അത്ര ഒന്നും എന്റർടൈൻമെന്റ് ഉണ്ടാവില്ലെന്നാണ്. എന്നാലും ആക്ച്വലി ഐ കൈൻഡ് ഓഫ് ഫൗണ്ട് ദിസ് ക്വൈറ്റ് എൻജോയബിൾ. ഇന്നലത്തെ മത്സരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്പാരിസണും ഇല്ല. കാരണം അങ്ങനത്തെ മാച്ചസ് ഒക്കെ ഭയങ്കര യുണീക്കാണ്, ഒരിക്കലും എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല. ഈ മത്സരത്തിൽ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര എന്നെ ബോറടിപ്പിച്ചില്ല. ഇന്നലെ അങ്ങനെ ഒരു മത്സരം കണ്ടതിന് ശേഷം ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര വലിയ ഫുട്ബോൾ കണ്ടാലും അങ്ങോട്ട് തൃപ്തി വരില്ല എന്നുള്ളൊരു ഫീലിങ്ങിലാണ് ഞാൻ ഈ മത്സരം കണ്ടത്. പക്ഷെ ആക്ച്വലി 90 മിനിറ്റും അതിൻ്റെതായ രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഈ 2 ടീമുകളും എന്തായാലും ഇന്നലെ കണ്ട പോലത്തെ ഒരു ഫ്രീ ഫ്ലോയിങ് അറ്റാക്ക് ഒന്നും ആയിരുന്നില്ല. അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഏതെങ്കിലും ഒരു ടീം കളിയിൽ ഒരു മുൻകൈ എടുക്കുമ്പോഴത്തേക്കും മറ്റേ ടീം അത്യാവശ്യം കളിയൊന്ന് സ്ലോ ആക്കി ആ ഒരു പ്രഷറിൽ നിന്ന് ഒഴിവാകാനുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം ഇന്നലത്തെ കളി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കംപ്ലീറ്റ്ലി എൻഡ് ടു എൻഡ് ആയിരുന്നു. PSG ഒരു അറ്റത്ത് അറ്റാക്ക് ചെയ്യും, തിരിച്ച് ബയൺ അറ്റാക്ക് ചെയ്യും. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. കാരണം ഈ 2 ടീമുകളും എപ്പോഴും വളരെ റെസിലിയന്റ് ആയിട്ട് കളിക്കുന്ന 2 ടീമുകളാണ്. അവരൊരിക്കലും അവരുടെ ആ ഒരു ഡിഫെൻസീവ് സോളിഡിറ്റിയോ അല്ലെങ്കിൽ അത്രയും ഓപ്പൺ ആയിട്ടൊന്നും അവർ കളിക്കില്ല. അവരുടെ മെയിൻ പ്രയോറിറ്റി ഗോളുകൾ കൺസീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ കളിച്ചതും. പക്ഷെ 2 പേർക്കും കളി ജയിക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയവും. അത്ലറ്റിക്കോ ഓബ്വിയസ്ലി ആ ഹോം അഡ്വാൻറ്റേജിന്റെയും ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഒക്കെ ബലത്തിൽ നല്ലോണം തന്നെ തുടങ്ങി. പിന്നീട് ആർസണൽ ഒരു 10, 15, 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പതുക്കെ ആർസണൽ കളിയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു ആദ്യത്തെ പെനൽറ്റി അവർ വിൻ ചെയ്യുന്നത്. നമുക്കറിയാം ഡേവിഡ് ഹാങ്കോ എന്താണ് പുള്ളി അവിടെ ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ബാക്കിൽ നിന്നൊരു ഫൗള്, ക്ലിയർ പെനൽറ്റി, അതിലൊന്നും പറയാനില്ല. അതെന്തായാലും യോക്കറേസിന് ആ ഒരു ചാൻസ് കിട്ടി, കൺവേർട്ട് ചെയ്തു, ആർസണൽ ലീഡ് നേടി. അതിനുശേഷം നമുക്കറിയാം എന്താണ് സെക്കൻഡ് ഹാഫിൽ അത്ലറ്റിക്കോ ആ ഒരു ഗോള് കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് അവർ നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു. ആ ഗോള് കണ്ടെത്തിയതിന് ശേഷവും അവർ ആക്ച്വലി നല്ലോണം പുഷ് ചെയ്തു. പിന്നെ കളിയുടെ അവസാന നിമിഷങ്ങളിൽ ആ ഒരു ക്യാൻസൽ ആയി പോയ പെനൽറ്റി, ആ ഒരു മൊമെന്റിൽ ആർസണൽ ഡോമിനേറ്റ് ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും പാച്ചസിൽ 2 ടീമുകളും അവരുടേതായ ഫുട്ബോൾ കളിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ, ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ച ഒരു ഡ്രോ തന്നെയാണ് ഈ മത്സരത്തിൽ. ഞാൻ ആക്ച്വലി 0-0 ഡ്രോ ആവുമെന്നാണ് പ്രതീക്ഷിച്ചത്. 2 ടീമുകളും ഇത്രയും ഒന്നും അങ്ങനെ ഫോർവേഡ് തിങ്കിങ് ആയിട്ട് കളിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ആർസണൽ ഓബ്വിയസ്ലി ഈ ഒരു മത്സരത്തിൽ ഒരു ഡ്രോയിൽ നല്ല ഹാപ്പി ആയിരിക്കും. കാരണം എമിറേറ്റ്സിലേക്ക് ഈ കളി ടൈ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ജയിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെയായിരിക്കും അവര്. അപ്പൊ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു ആംഗിളിൽ നിന്നാണ് ബേസിക്കലി ചിന്തിച്ചത്. അടുത്ത മത്സരം നമുക്കറിയാം, ഫുള്ളമായിട്ട് പ്രീമിയർ ലീഗ് മത്സരമുണ്ട്. അപ്പൊ അത്ലറ്റിക്കോ ഈ ഒരു എവേ മത്സരത്തിൽ ശരിക്കും ഒരു ഡ്രോ ഒരു ബാഡ് റിസൾട്ട് ഒന്നും അല്ല ആർസണലിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു മത്സരം എങ്ങനെയെങ്കിലും കഴിയുക, അടുത്ത ഫുള്ളമായിട്ട് ജയിക്കുക, പിന്നെ എമിറേറ്റ്സിൽ റിട്ടേൺ ലെഗിൽ ഒരു 1-0 ലീഡായാലും അവർക്ക് ജയിക്കാവുന്നേ ഉള്ളൂ. ആ ഒരു രീതിയിൽ അങ്ങനെ ആർസണൽ ഫോക്കസ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും 2 ടീമുകളും ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചത്ര എന്നെ ബോറടിപ്പിച്ചില്ല. അതിലൊരു വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇത്രയും നല്ലൊരു കളി കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി നെഗറ്റീവ് ഫുട്ബോൾ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ മനസ്സ് മടുത്തു പോയേനെ. എന്തായാലും 2 ടീമും അങ്ങനെ ആ ഒരു ഹറാം ബോളൊന്നും കളിച്ചില്ല. 2 പേരും അവരുടേതായ രീതിയിൽ കളിക്കാൻ ശ്രമിച്ചു. അത്യാവശ്യം നല്ലൊരു ഡീസെന്റ് എന്റർടൈനിങ് വാച്ച് തന്നെയായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾ ഇന്നലത്തെ ആ ഒരു മത്സരത്തിന്റെ ഹൈയിലായിരിക്കാം പലരും. അപ്പൊ നമ്മൾ ആ ഹൈയിൽ നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇത് നമുക്കൊരു ഡിസപ്പോയിന്റിംഗ് ആയി തോന്നിയേക്കാം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആസ് എ ന്യൂട്രൽ ഫാൻ ഈ ഒരു മത്സരം കാണാൻ ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല.
അടുത്ത ഡിയേഗോ സിമിയോണിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ ഒരു ചെൽസി ഫാനാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 4 ടീമുകളിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. എന്നാലും അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ ഒരു ഫൈനലിൽ കയറുകയാണെങ്കിൽ, അവിടെ അവർക്കൊരു കപ്പടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതെനിക്ക് ഒരുപാട് സന്തോഷം നൽകും. അതിൻ്റെ മെയിൻ കാരണം 2 ആൾക്കാരാണ്. അതിലൊന്നാമൻ ഡിയേഗോ സിമിയോണി തന്നെ. കാരണം നമുക്കറിയാം 15 വർഷമായിട്ട് അത്ലറ്റിക്കോയുടെ കോച്ചാണ്. ശരിക്കും റൊണാൾഡോയും മെസ്സിയുള്ള ആ ഒരു റിയൽ ബാർസ, ആ 2 ടീമുകളെ മുട്ടുകുത്തിച്ച് ലലീഗ അടിച്ച ഈ അത്ലറ്റിക്കോനെ കൊണ്ട് ലലീഗ അടിപ്പിച്ചൊരു കോച്ചാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏതൊരു ന്യൂട്രൽ ഫാനിനും ഒരു പക്ഷേ ഒരിത്തിരി റെസ്പെക്റ്റ് ഉള്ള ഒരു കോച്ചാണ് സിമിയോണി. സിമിയോണിയുടെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ചും പുള്ളിയുടെ സ്വഭാവത്തിനെ കുറിച്ചും പുള്ളിയുടെ ഒരു പെരുമാറ്റത്തിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നു. കാരണം ഇപ്പൊ പ്ലേയിങ് സ്റ്റൈൽ പറഞ്ഞാലും നമുക്കുള്ള ടീമിനെ നമ്മൾ എത്ര നല്ല രീതിയിൽ കോച്ച് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഒരു കോച്ചിന്റെ ഏറ്റവും വലിയ കഴിവിരിക്കുന്നത്. ബാക്കിയുള്ള ഒരു സ്പെയിനിലെ വലിയ പവർ ഹൗസ് ടീമുകളാണ് റയൽ മാഡ്രിഡും ബാഴ്സലോണയും. അവർക്കുള്ള റിസോഴ്സസ് ഒരിക്കലും സിമിയോണിക്ക് അത്ലറ്റിക്കോയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ടും പുള്ളി അവരെ വളരെ കമ്പറ്റിറ്റീവ് ആയിട്ട് കൊണ്ടു നടന്നിട്ടുണ്ട്. 2 തവണ ലീഗ് അടിച്ചിട്ടുണ്ട്, 2 തവണ ചാമ്പ്യൻസ് ലീഗ് റണ്ണേഴ്സ് അപ്പും ആയിട്ടുണ്ട്. അപ്പൊ ശരിക്കും ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ട്രോഫി അടിക്കുക എന്ന് പറയുന്നത് സിമിയോണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും. ആൻഡ് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അത്ലറ്റിക്കോയ്ക്ക് ഫൈനലിൽ എത്താനും വേണമെങ്കിൽ ആ ഫൈനലിൽ ജയിക്കാനും ഉള്ള ഒരു ഔട്ട്സൈഡ് ചാൻസ് എന്തായാലും ഉണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സെക്കൻഡ് ലെഗിൽ ആക്ച്വലി ആർസണലിനെക്കാളും ഫേവറേറ്റ്സ് അത്ലറ്റിക്കോ ആണെന്നാണ്. ബിക്കോസ് ആർസണൽ വിൽ ബി അണ്ടർ ഇമ്മൻസ് പ്രഷർ. ഈ വീക്കെൻഡിലെ റിസൾട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എന്ത് തന്നെ സംഭവിച്ചാലും സെക്കൻഡ് ലെഗിൽ ഓബ്വിയസ്ലി ഹോമിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ ആർസണൽ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങാനും അത്ലറ്റിയുടെ കൗണ്ടറിൽ ആർസണൽ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ, അവർക്ക് ആ ഗെയിം ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരികയാണെങ്കിൽ, തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേഡിയത്തിലെ എൻവയൺമെന്റ് എത്രത്തോളം ഹോസ്റ്റൈൽ ആവുമെന്ന് നമുക്ക് വിചാരിക്കാവുന്നതേ ഉള്ളൂ. ഏതാനും ആഴ്ചകൾ മുമ്പ് വരെ ചില ആർസണൽ ഫാൻസിന്റെ മനസ്സിൽ ഒരു ക്വാഡ്രൂപ്പിൾ ഡ്രീം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രീമിയർ ലീഗിലെ അവസ്ഥ എന്താണ്, FA കപ്പിൽ എന്ത് സംഭവിച്ചു, കാരബാവോ കപ്പ് ഫൈനലിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു പ്രഷർ അടുത്ത സെക്കൻഡ് ലെഗിൽ എന്തായാലും ഉണ്ടാവും. ആൻഡ് വീക്കെൻഡിലെ റിസൾട്ട് അവർക്ക് ഫേവറബിൾ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഒരുപക്ഷെ ഒരു 3x 4x ആവാനുള്ള സാധ്യതയുണ്ട്. ബയേണും PSG ആ ഒരു സെമി ഫൈനൽ ആര് തന്നെ ജയിച്ചാലും ആ ടീം ഒരുപക്ഷെ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി ഈ സീസൺ ലിഫ്റ്റ് ചെയ്യാൻ അർഹിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. എന്നാലും നമുക്കറിയാം അത്ലറ്റിക്കോനെയും സിമിയോണിനെയും ഒരിക്കലും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അണ്ടർഡോഗ് മെന്റാലിറ്റി, ഒരു അണ്ടർഡോഗ് സ്റ്റോറിയൊക്കെ ചിലപ്പോൾ ആ ഫൈനലിൽ പ്ലേ ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ആസ് എ ചെൽസി ഫാൻ എനിക്ക് എന്തായാലും ആർസണൽ ഫൈനലിൽ കയറരുതെന്നാണ്. ബിക്കോസ് ലണ്ടനിൽ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി ഉള്ള ഒരേ ഒരു ക്ലബ്ബേ ഉള്ളൂ, അത് ഞങ്ങൾ തന്നെയായിട്ട് ഇരുന്നാൽ മതി. പിന്നെ PSG ഓൾറെഡി ഈ സീസൺ ഞങ്ങളെ പഞ്ഞിക്കിട്ടു. അതുമല്ല ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അതൊരു ഇത്തിരി ഓവർ ആവില്ലേ എന്നെനിക്കൊരു ചെറിയ തോന്നലുണ്ട്. എന്തായാലും അവിടെ ബയേൺ കയറിയാലും ബയേണിന്റെ ഒരു പെർഫോമൻസ് നമുക്കറിയാം, ഇൻക്രെഡിബിൾ ആയിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. തോന്നുന്ന ആക്ച്വലി സെക്കൻഡിലേക്ക് അവിടെ ബയേൺ ജയിക്കുമെന്നാണ്. അലിയാൻസ് അറീനയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം, ഒരുപക്ഷെ ഒലീസയുടെ ബൂട്ടിൽ നിന്ന് തന്നെ ആ ഒരു പെർഫോമൻസ് വരും. ബയേൺ ആ ഒരു ഫസ്റ്റ് ലെഗിലെ ആ ഒരു ഡെഫിസിറ്റ് ഓവർടേൺ ചെയ്ത് ഒരു ബയേൺ അത്ലറ്റിക്കോ ഫൈനലാണ് ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നത്. അത് നടക്കോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും എൻ്റെ പ്രിഫേർഡ് ഫൈനൽ അതാണ്. അതിൽ അത്ലറ്റിക്കോ ജയിച്ചാൽ അത്രയും നല്ലത്. ഫോർ സിമിയോണി, ഫോർ ഗ്രീസ്മാൻ ഓൾസോ. ഗ്രീസ്മാനെ നമുക്കറിയാം 2 സ്പെല്ലായിട്ട് അത്ലറ്റിക് വേണ്ടി ഒരുപാട് മത്സരങ്ങൾ കളിച്ച, ഒരുപാട് ഗോൾ അടിച്ചൊരു പ്ലെയറാണ്. ചാമ്പ്യൻസ് ലീഗ് ഇതുവരെ അടിച്ചിട്ടില്ല. ആ കരിയറിൽ ഒരു മിസ് ചെയ്യുന്ന ഒരു ട്രോഫി അത് തന്നെയാണ്. ആ ഒരു ട്രോഫി ഈ സീസൺ പുള്ളി ജയിച്ചാൽ സമാധാനപരമായിട്ട് യൂറോപ്പ് വിടാം, MLS എവിടെയെങ്കിലും പോയി പുള്ളിയുടെ ആ ഒരു കംപ്ലീറ്റ് റിട്ടയർമെന്റിലേക്ക് പുള്ളിക്ക് പോവാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സെക്കൻഡ് ലെഗ് വരെ കാത്തിരിക്കാം. ഈ പറഞ്ഞതൊക്കെ നടക്കുമോ, സിമിയോണിക്ക് ആ ഒരു ഫൈനലിൽ എത്താൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയാം. ആൻഡ് എൻ്റെ ടീം ഇതിൻ്റെ അകത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനൊരു സ്റ്റോറി വർക്കൗട്ട് ആവുന്നതിൽ എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. ആർസണലിന് വേണ്ടി പിയറോ ഇൻകാപ്പിയെ ലെഫ്റ്റ് ബാക്കിൽ ഇന്ന് അത്ലറ്റിക്കോയ്ക്കെതിരെ ഒരു മികച്ച പെർഫോമൻസ് തന്നെ നടത്തിയെന്നുള്ളതാണ്. ആക്ച്വലി കഴിഞ്ഞ മത്സരത്തിലും ന്യൂകാസിലിനെതിരെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു, പക്ഷെ അതിൽ ഞാൻ ഹിൻകാപ്പിയെ കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നില്ല. പക്ഷെ ആ ഒരു മാച്ചിലും വളരെ നല്ലോണം പെർഫോം ചെയ്തൊരു പ്ലെയറാണ്. നമുക്കറിയാം അവിടെ കാലഫ്യൂറിയുടെ ഇഞ്ചുറിക്ക് ശേഷം അവിടെ പെർമനന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. തീർച്ചയായിട്ടും ഇന്ന് ആ ക്വാളിറ്റി ആ ഒരു പൊസിഷനിൽ കാണിച്ചു എന്നുള്ളതിൽ ഒരു സംശയമില്ല. നമുക്കറിയാം അത്ലറ്റിക്കോയിന്റെ ആ ഒരു സൈഡിലെ മൂവ്മെന്റുകൾ ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് ആയിരുന്നു. ഗ്രീസ്മാൻ പലപ്പോഴും ഫസ്റ്റ് ഹാഫിൽ ആ സൈഡിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. മാർക്കസ് യോറന്റെ
എപ്പോഴും പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒരു ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് ആയിട്ടാണ് കളിച്ചത്, ഓവർലാപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ അവർ ഷേപ്പ് മാറ്റി ഇപ്പോൾ ഒരു വിങ് ബാക്ക് പോലെ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഫോർവേഡ് അഡ്വാൻസ് തിങ്കിങ് ആയിട്ടാണ് യൊറൻറ്റെ കളിച്ചത്. പുള്ളിയും അവിടെ നല്ലോണം പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ സിമിയോണി കളിച്ചപ്പോൾ പോലും ആ ഒരു സൈഡിൽ നല്ലോണം ഓവർലോഡ് ചെയ്യാൻ അത്ലറ്റിക്കോ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ഇൻകാപ്പയെ നല്ലോണം ബോഡിയൊക്കെ യൂസ് ചെയ്ത് നല്ലതായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ബോൾ നല്ലോണം ഷീൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴും ആ റണ്ണുകൾ മേക്ക് ചെയ്യുന്ന ആളുടെ കൂടെ തന്നെ നിന്ന് അവിടെ നിന്ന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ആ ഒരു ഫ്ലാങ്കിനെ നല്ലോണം പ്രൊട്ടക്ട് ചെയ്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് മാത്രമല്ല, ആ ഒരു റോളിൽ ആഴ്സണലിന് എപ്പോഴും നമുക്കറിയാം ഭയങ്കര ആ ഒരു ബോക്സിനെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അവർ ഭയങ്കരമായിട്ട് കാണിക്കാറുണ്ട്. അവരുടെ ലെഫ്റ്റ് ബാക്കുകൾ ഭയങ്കര ക്രൂഷ്യലായിട്ട് എപ്പോഴും പുഷ് ചെയ്യുന്നൊരു ഒരു റോളാണ്. ഇവിടെയും എപ്പോഴൊക്കെ ആ ഒരു സൈഡിൽ നിന്ന് ക്രോസുകൾ വന്നോ ഇൻകാപ്പി എപ്പോഴും ആ ബാക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു അവസരം വരികയാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാൻ തുടക്കത്തിൽ ആക്ച്വലി ആ ഒരു മഡ്വക്കേൻ്റെ ആ ഒരു ക്രോസ് അത് മാർട്ടിനെല്ലി അവിടെ കമ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഷോട്ടിലോട്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇൻകാപ്പയ്ക്ക് ആ കറക്റ്റായിട്ട് അത് അടിക്കാൻ പറ്റിയില്ല. ബേസിക്കലി ആ ഒരു കോൺസെൻട്രേഷൻ പോയി കാണും, കാരണം മാർട്ടിനെല്ലി വട്ടം വന്നുകൊണ്ട്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ അതിൽ നിന്നൊരു ഗോള് പിറന്നേനെ, കാരണം കറക്റ്റായിട്ട് ആ ക്രോസ് വന്നപ്പോൾ അതിനെ മീറ്റ് ചെയ്യാൻ ആ ഫാർ പോസ്റ്റിൽ കറക്റ്റായിട്ട് എത്തി എന്നുള്ളതാണ്. അത് ഒരു പ്രാവശ്യമല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻകാപ്പിയെ ബോക്സ് ഓവർലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പ് ആൻഡ് ഡൗൺ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയാണ്. നമുക്കറിയാം, രണ്ട് ബോക്സിലും എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ബാക്ക് കളിക്കുന്ന ആൾക്ക് അങ്ങനെ എത്തുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര പരിപാടിയേ അല്ല. അത് ഭയങ്കര പാടുള്ളൊരു പരിപാടിയാണ്. ഇൻകാപ്പി അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു സൈഡിൽ നിന്നും ഒരുപാട് ത്രെട്ട് ഉണ്ടായിരുന്നു ഒരു പക്ഷേ യൊറൻറ്റെയും കാര്യങ്ങളും ഒക്കെ. സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ ഒന്ന് ഒരു ചെറിയ ഓവർലോഡ് പോലെ അവിടെ സംഭവിച്ചു. പക്ഷെ എന്നിരുന്നാലും ത്രൂ ഔട്ട് ദ ഗെയിം ഐ തിങ്ക് ഇൻകാപ്പിയെ വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ കളിച്ചു. എന്തായാലും ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റട്ടെ. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പൊസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ പലപ്പോഴും മിഡ്ഫീൽഡിലോട്ട് കയറി കളിക്കേണ്ട അവസ്ഥകൾ വരാം, പലപ്പോഴും അറ്റാക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷൻ ഭയങ്കര യുണീക്കാണ് ഈ ഒരു സിസ്റ്റത്തിൽ. ആ ഒരു പൊസിഷനിൽ എന്തായാലും ഇൻകാപ്പിയെ ഇന്ന് ആ റോള് 100% വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. എന്നോട് ഒരുപക്ഷെ ആഴ്സണലിന്റെ ബെസ്റ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, റയ നല്ല സേവുകളൊക്കെ ചെയ്തു, സലീബ നന്നായിട്ട് കളിച്ചു, അതുപോലെ തന്നെ മഡ്വയ്ക്ക് ആ തുടക്കത്തിലൊരു ബ്രൈറ്റ് സ്പോട്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഞാൻ ആ ഒരു മാൻ ഓഫ് ദി മാച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻകാപ്പിയേക്കാണ്. കാരണം ഐ തിങ്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുള്ളി ഈ പ്ലേഡ് റിയലി വെൽ. നമുക്ക് വേണമെങ്കിൽ റയയ്ക്കും കൊടുക്കാം, സലീബയ്ക്കും കൊടുക്കാം. പക്ഷെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് എന്ന രീതിയിൽ ഐ തിങ്ക് ഇങ്ങനെ ഒരു മത്സരത്തിൽ സലീബയിൽ നിന്നും റയയിൽ നിന്നും ഒക്കെ നമ്മൾ ഈ ഒരു 8-9 ഔട്ട് ഓഫ് 10 പെർഫോമൻസുകൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ ഇൻകാപ്പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്ര ഈസി ആയിട്ടുള്ളൊരു മത്സരം അല്ല. നമുക്കറിയാം, മാർക്കസ് യോറന്റെ ഒക്കെ എപ്പോഴും ഇംഗ്ലീഷ് ടീമുകൾക്കെതിരെ നന്നായിട്ട് കളിക്കുന്ന, കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. എന്തായാലും ആ ഒരു സൈഡിൽ വളരെ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്റെ ജോലി ചെയ്തതിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻകാപ്പിയേക്ക് ഞാൻ വേണമെങ്കിൽ ഒരു മാൻ ഓഫ് ദി മാച്ച് കൊടുക്കും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് ആഴ്സണലിന്റെ ഗോൾ അടിച്ച വിക്ടർ യോക്കറേഷിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ന്യൂകാസലിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എടുത്തു പറഞ്ഞിരുന്നു, ആഴ്സണലിന് ഇനി അങ്ങോട്ട് യോക്കറേഷിന്റെ ഫോം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നന്നായിട്ട് കളിക്കേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ട്. കാരണം നമുക്കറിയാം, ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഫേസ് ആണ് ഒരു ബിഗ് നമ്പർ 9 ആയിട്ട് ഈ ക്ലബിലേക്ക് വന്ന, ഈ ക്ലബിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു സൈനിങ് ആയിട്ട് വന്നൊരു പ്ലെയറിൽ നിന്നും ആ ഒരു ക്വാളിറ്റി അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഇനിയുള്ള മത്സരങ്ങളിൽ വരണമെന്ന് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. ഇന്ന് അത്ലറ്റിക്കോയ്ക്കെതിരെ യോക്കറേഷിന്റെ എഫേർട്ട് അത് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഗോള് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്, ഇതിനു മുമ്പ് നിങ്ങൾ നോട്ടീസ് ചെയ്തെങ്കിൽ അറിയാം, ആ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ ഒരു റണ്ണ് മേക്ക് ചെയ്തായിരുന്നു. ശരിക്കും ആ ഒരു പഴയ ആ ഒരു സ്പോർട്ടിങ്ങിലൊക്കെ കളിക്കുമ്പോൾ യോക്കറേഷ് നമുക്ക് ഇങ്ങനെ പ്ലെയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്ന ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് ആ ഫിസിക്കൽ ആ ഒരു റോ പേസ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫൻഡേഴ്സിന്റെ നേരെ റണ്ണുകൾ മേക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് കുറേ നാളുകളായിട്ട് ആഴ്സണലിൽ നമ്മൾ കണ്ടിട്ടില്ല. ഓബിയസ്ലി അവർ കളിക്കുന്ന രീതിയും ഒന്നും അങ്ങനെ സൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ഇൻസ്റ്റൻസിൽ അവിടെ യൊറന്റേനെ ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്ത് പോയിട്ട് അവിടെ നിന്നൊരു ക്രോസ് ഇടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിരുന്നു. ഓഡഗാർഡ് എന്നിട്ട് ആ ഒരു ഷോട്ട് അറ്റംപ്റ്റ് ചെയ്തു, പക്ഷെ അത് അവർ ബ്ലോക്ക് ചെയ്തു. ആ ഒരു മൊമെന്റിൽ എനിക്ക് മനസ്സിലായി ഇന്ന് യോക്കറേഷ് എന്തായാലും ഭയങ്കര ഹംഗ്രിയാണ്. ലൈക്ക് ഗോളുകൾ അടിക്കണം എന്നുള്ള ഒരു ഹങ്കർ ഉണ്ടല്ലോ, ഒരു സ്ട്രൈക്കറിന് അത് എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും ഇങ്ങനത്തെ മത്സരങ്ങൾ നമുക്കറിയാം, നിങ്ങൾ എവേ
ഫ്രം ഹോം ആണ്. ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ് അത്ലറ്റിക്കോ. ഒരു കാരണവശാലും അവരവരുടെ ഷേപ്പ് ഒന്നും കോംപ്രമൈസ് ചെയ്യില്ല. അത് നമുക്ക് എന്തായാലും അറിയാം. അങ്ങനെ ഒരു മത്സരത്തിൽ ഒരു ലോൺ മാൻ അപ്പ് ഫ്രണ്ട്, ഓബിയസ്ലി വൈഡായിട്ട് പ്ലെയേഴ്സ് ഉണ്ട്, പക്ഷേ ഒരു ടാർഗറ്റ് മാൻ, ഒരു നമ്പർ 9 ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം അത്രയും ലോ ബ്ലോക്കിലൊക്കെ കളിക്കുമ്പോഴത്തേക്കും അവിടെ ഈ പ്ലെയറിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഒരുപാട് ഓഫ് ദ ബോൾ ചേസ് ചെയ്യേണ്ടി വരും, ചാനൽസ് റൺ ചെയ്യേണ്ടി വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ ഡിഫൻസിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഡബിൾ പണിയെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു മത്സരത്തിന് യോക്രൈസ് ആക്ച്വലി റെഡി ആയിരുന്നു. ലൈക്ക് പുള്ളിക്ക് അറിയാം പുള്ളിക്ക് ഒരുപാട് അവസരങ്ങളൊന്നും ഈ മത്സരത്തിൽ കിട്ടില്ല, പക്ഷേ 100% അവിടെ ഇടണോന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് യോക്രൈസ് കളി തുടങ്ങിയത്. അത് ആ ഒരു മൊമെന്റിൽ വളരെ എവിഡന്റ് ആയിരുന്നു. അതിനുശേഷം നമുക്കറിയാം ആ ഒരു പെനൽറ്റി, ആ ഒരു ഡേവിഡ് ഹാങ്കോ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി റോങ് ചാലഞ്ച്, ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ബാക്കിൽ നിന്ന് വന്ന് ക്ലാറ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും ക്ലിയർ പെനൽറ്റിയാണ്. പക്ഷേ യോക്രൈസിന്റെ ആ ഒരു പൊസിഷനിങ്, ആ ബോളിന്റെയും ഈ ഡിഫൻഡറിന്റെ ഇടയ്ക്ക് തന്റെ ബോഡി നല്ലോണം പ്ലേസ് ചെയ്ത് ആ ഒരു ഫൗള് ഭയങ്കര ക്ലെവറായിട്ട്, കാരണം അങ്ങനെ ഒരു ബാർജിൻ പുറകിൽ നിന്ന് വരുമെന്നുള്ള എക്സ്പെക്ടേഷനിൽ നിന്ന പോലെ നിന്നു. കറക്റ്റായിട്ട് ആ ഫൗള് വിൻ ചെയ്തു, ക്ലീൻ പെനൽറ്റി. ആൻഡ് ആ കൺവേർട്ട് ചെയ്ത ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു പെനൽറ്റി എന്ന് പറഞ്ഞാൽ അതെടുത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. ലോകത്തിലെ ഒരു ഗോൾ കീപ്പറിനും ആ ഒരു സ്പോട്ട് കിക്ക് സേവ് ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത്രയും പവറിൽ, അത്രയും കൺവിക്ഷനിലാണ് യോക്രൈസ് ആ പെനൽറ്റി കൺവേർട്ട് ചെയ്തത്. എന്തായാലും ഒരു മികച്ച പെർഫോമൻസ് തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് അവസരങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ഫ്ലാഷി ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ പുള്ളിക്ക് ചെയ്യേണ്ട ജോലി പുള്ളി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. എന്തായാലും ആർട്ടറ്റ ഫുൾ മിനിറ്റ്സ് കൊടുത്തില്ല, അതിനു മുമ്പ് തന്നെ റിപ്ലേസ് ചെയ്തു. കാരണം വീക്കെൻഡിൽ നമുക്കറിയാം ഫുള്ളം മത്സരമുണ്ട്, അത് കഴിഞ്ഞ് വീണ്ടും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതിന്റെ സെക്കൻഡ് ലെഗ് ഉണ്ട്. അപ്പം മാക്സിമം ഫ്രഷ് ആയിട്ട് നിർത്താൻ തന്നെയാണ് ഉദ്ദേശം. അടുത്ത 2 മത്സരങ്ങളും സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഒരു ഗോൾ ഒരു പക്ഷേ യോക്രൈസിന് നല്ലൊരു കോൺഫിഡൻസ് നൽകാനുള്ള സാധ്യതയുണ്ട്. എന്താവും ഇനി അങ്ങോട്ട് നമുക്ക് കാണാം. ബിക്കോസ് ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പുള്ളിയുടെ ഫോം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യോക്രൈസ് മര്യാദയ്ക്ക് കളിക്കണം. ഇനിയുള്ള എത്ര മത്സരങ്ങളുണ്ട്, ഇനി പ്രീമിയർ ലീഗിൽ 4 മത്സരങ്ങളും ബാക്കി ചാമ്പ്യൻസ് ലീഗ് കൂടി പോയി കഴിഞ്ഞാൽ 2 മത്സരങ്ങൾ, അടുത്ത സെക്കൻഡ് ലെഗും ഫൈനൽ കളിക്കുവാണെങ്കിൽ അത്രയും. ഇനിയുള്ള മത്സരങ്ങളിൽ യോക്രൈസ് എന്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു പക്ഷേ ഇതൊരു സക്സസ്ഫുൾ സൈനിങ് ആയിരുന്നോ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കത്ത് ഉയരാത്ത കുറച്ച് അണ്ടർവെൽമിങ് ആയ ഒരു സൈനിങ് ആയിരുന്നോ എന്നുള്ളത്. ഇനി നമുക്ക് നമ്പർ 1 പോയിന്റിലേക്ക് വരാം. ആക്ച്വലി എനിക്ക് ആർസണൽ ഫാൻസിന്റെ അഭിപ്രായമാണ് ഇവിടെ അറിയാൻ ഏറ്റവും താല്പര്യം. ബിക്കോസ് ഞാനൊരു ന്യൂട്രലാണ്, എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പക്ഷെ ഒരു ആർസണൽ ഫാൻ പെർസ്പെക്റ്റീവ് അറിയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആർസണൽ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിത് കേട്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് എന്നോട് പറയുക. ചർച്ചാ വിഷയം മാർട്ടിൻ സുബിമെൻഡി തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസണിൽ നമ്മൾ കണ്ട സുബിമെൻഡി ആണോ ഇപ്പൊ നമ്മൾ കാണുന്നേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ഇന്നത്തെ മത്സരത്തിലും അത്ലറ്റിക്കോയ്ക്കെതിരെ എനിക്കറിയാം ആ ഒരു പെനൽറ്റി വന്നതിന് മുമ്പുള്ള ആ ഒരു പാസും, ആ ബോൾ ആക്ച്വലി അൽവറേസ് വിട്ടുകൊടുത്തു, അവിടെ നിന്ന് ആ ബോൾ കളക്ട് ചെയ്തു, യോക്രൈസിന് നല്ല ഒരു കറക്റ്റായിട്ടൊരു കുഷൻ ചെയ്തൊരു ബോൾ അവിടെ ഇട്ട് കൊടുത്തു, അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഓവറോൾ നമ്മൾ സുബിമെൻഡിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആ സീസണിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നല്ലോ, ആ പ്രീമിയർ ലീഗിലേക്ക് വന്നു, ആ ഒരു കുറച്ച് മത്സരങ്ങൾ കളിച്ചൊരു ലെവല് നമുക്കറിയാം. ആ ഒരു ലെവലിൽ എവിടെയെങ്കിലും ഒരു ഡിപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴും സുബിമെൻഡിനെ ഞാൻ നോട്ടീസ് ചെയ്യുമ്പോൾ പഴയ ആ ഒരു കോൺഫിഡൻസ് ആ പ്ലെയറിലുണ്ടോ ഈ ഒരു സെക്കൻഡ് ഹാഫിൽ നിന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പല സമയങ്ങളിലും ബോൾ റിസീവ് ചെയ്താലും പെട്ടെന്ന് തന്നെ ഒരു മിഡ്ഫീൽഡറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹെഡ് ഒന്ന് പൊക്കി എന്താണ് ഓപ്ഷൻസ് എന്നൊന്ന് നോക്കണം, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ചെയ്യാത്ത പോലെ കുറച്ചൊരു ഷെല്ലിലേക്കായി പോയ പോലെ കളിക്കുന്ന പോലെ ഫീൽ ചെയ്തു എനിക്ക്. ഞാൻ അങ്ങനെ ഓവർലി ക്രിട്ടിക്കലായിട്ട് പറയുന്നതല്ല, ബിക്കോസ് എനിക്കറിയാം ആദ്യത്തെ സീസണാണ് പ്രീമിയർ ലീഗിൽ സുബിമെൻഡിയുടെ. ഈ ലീഗിന്റെ ഇന്റൻസിറ്റി എന്താണെന്നറിയാം. ഇതിനോടകം തന്നെ എത്ര മത്സരങ്ങൾ കളിച്ചു എന്ന് നമുക്കറിയാം. പ്രീമിയർ ലീഗിൽ എനിക്ക് തോന്നുന്ന വളരെ ചുരുക്കം 1-2 മത്സരങ്ങൾ എന്താ മിസ് ചെയ്തിട്ടുള്ളൂ, അതും മിസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും ഒരു മോർ ദാൻ 95% ലീഗ് മത്സരങ്ങളും കളിച്ചിരിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു ഇന്റൻസിറ്റി കാരണമായിരിക്കാം ഈ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പുള്ളി ഒന്ന് ഓഫ് ദ ബോയിൽ ആയത്. എന്തായാലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ സുബിമെൻഡിയിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു ഡീപ്പ് ലൈങ് പ്ലേ മേക്കിംഗ് റോളിൽ അത്രയും ആ ഒരു ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതിരുന്ന പോലെ ഈ ഒരു മത്സരത്തിലും അത്ലറ്റി സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഷേപ്പ് ഒക്കെ മാറിയപ്പോൾ മിഡ്ഫീൽഡ് കുറച്ചുകൂടെ നാരോ ആയി. ആ ഒരു സമയത്തും സുബിമെൻഡിക്ക് ആ വേണ്ട ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. യൂഷ്വലി നമ്മൾ ഈ പ്ലെയറിൽ നിന്ന് കാണുന്നൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, ബോളിൽ എപ്പോഴും ബോൾ റിസീവ് ചെയ്യാനും എപ്പോഴും ബോൾ ഹോൾഡ് ചെയ്യാനും പിന്നെ കളി മെനയാനും ഒക്കെ ഒരു വലിയ ടെൻഡൻസി കാണിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ ഇപ്പം ഞാൻ സുബിമെൻഡിനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ടെൻഡൻസി കാണാനാവുന്നില്ല. പലപ്പോഴും ബോൾ റിസീവ് ചെയ്യാൻ റെഡി അല്ലാത്ത പോലെ തോന്നുന്നു,
അല്ലെങ്കിൽ ബോൾ എന്താണെന്നറിയില്ല, ഒരു കോൺഫിഡൻസ് എനിക്ക് ഈ പ്ലെയറിനെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ഇത് ആർസണൽ ഫാൻസിന് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണെന്ന്. പക്ഷേ എന്നെക്കാളും ഒരുപക്ഷെ കൂടുതൽ നിങ്ങൾ ഈ പ്ലെയറിനെ ഈ സീസൺ കണ്ടിട്ടുണ്ടാവും എന്നുള്ളതിലൊരു സംശയമില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആർട്ടറ്റയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്ലെയർ ഭയങ്കര ക്രൂഷ്യലാണ്. ഈ ഒരു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് സുബിമെൻഡി വേണ്ട ഇമ്പാക്റ്റ് ആ മിഡ്ഫീൽഡിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കുറച്ച് സേഫ് ആയിട്ട് പാസ് ചെയ്യുക, സൈഡ് വേസ് പാസ് ചെയ്യുക, അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് കളിക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് എനിക്ക് സുബിമെൻഡിനെ കണ്ടപ്പോൾ ഇന്ന് തോന്നി. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഗൈസ് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ 5 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ ഈ മത്സരത്തിൽ നിന്നും എന്തെങ്കിലും ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ആഴ്ച നമ്മൾ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൻ്റെ സെക്കൻഡ് ലെഗ് 2 എണ്ണം, ബയൺ PSG-യും ആർസണൽ അത്ലറ്റിക്കോ മാഡ്രിഡും, ഈ 2 മത്സരവും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ഞാൻ വീണ്ടും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. കുറച്ച് നാളായിട്ട് നമ്മൾ ISL-ഉം കേരള ബ്ലാസ്റ്റേഴ്സും ആയിരുന്നു. എന്തായാലും സീസൺ തീരുന്നവരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനലിൽ തന്നെ ഞാനിത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ എൻഗേജ്മെൻറ്റ് രേഖപ്പെടുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ മൈ ബ്രോ. ബൈ ഫോർ നൗ.